ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. സിന്ധു അത് പറയുമ്പോൾ മാധവ് പിന്നെ ഒന്നും പറയാൻ പോയില്ല. എന്നാ നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, ഞാൻ പുറകെ വന്നേക്കാം. ഓക്കെ അങ്കിൾ. മാധവ് അല്പം മാറി നിന്ന് ഫോൺ ചെയ്യുന്ന അജീവിൻ്റെ അടുത്തേക്ക് പോയി അവനെയും കൊണ്ട് ഔട്ട് ഹൗസിലേക്ക് പോയി. ആരടാ വിളിച്ചത്? നിന്റെ ഫേസ് എന്നെങ്ങനെ? വർഷം. പല്ലുകൾ കരച്ചമർത്തി കലിയോടവനത് പറയുമ്പോൾ തന്നെ പിന്നെ ഒന്നും ചോദിക്കാൻ മാധവിന് തോന്നിയില്ല. അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആജീവിൻ്റെ ഒപ്പം മുന്നോട്ട് നടന്നു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തുള്ളിക്കൊരു കുടം കണക്ക് അവർക്ക് നേരെ അതിശക്തമായി ആരോ വെള്ളം കോരി ഒഴിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത നീക്കമായതിനാൽ മാധവിൻ്റെയും അർജുൻ്റെയും നെറുകയിലും മൂക്കിലൊക്കെ വെള്ളം തുളഞ്ഞു കയറി. ഞെട്ടലിൻ്റെ ഒപ്പം ചുമയും തുമ്പലും കൂടി ആയതും ആകെ നിന്ന് പുകഞ്ഞു അവർ. എൻ്റെ മഹാദേവ! മാളും അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അവൾക്ക് പുറകെ വന്ന മായുവും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. വാട്ട് ഹെൽ! മുഖം കൈകൊണ്ട് അമർത്തി തുടച്ച് കലിയോടെ മുന്നോട്ട് നോക്കി ആജു ദേഷ്യം കൊണ്ട് വിറച്ചു. മുന്നിൽ പാത്രവും പിടിച്ച് ഞെട്ടിലോടെ നിൽക്കുന്ന അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്ന് അവളുടെ കവളിൽ കൈവീശി അതിശക്തമായി ആഞ്ഞടിച്ചവൻ. മാളൊരു സൈഡിലേക്ക് ചെരിഞ്ഞു വീണു. ഒരു വേള ചുറ്റുമുള്ളതെല്ലാം നിശബ്ദമായി. മൈ ഞെട്ടലോടെയും പേടിയോടെയും ഇരു കൈയാലും വായ അമർത്തി പൊത്തുമ്പോൾ മാധവ് തലയിൽ കൈവച്ചു പോയി. അജു, എന്താ ഇത്? നീ എന്തിനാ കുട്ടിയെ തല്ലിയത്? മാധവ് വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ ചുവന്ന കണ്ണുകളോടെ രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവനുള്ള മറുപടി. എഴുന്നേൽക്കടി! കടുപ്പത്തോടെയുള്ള അവൻ്റെ ഡയലോഗിൽ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് മാളു വേഗത്തിൽ എഴുന്നേറ്റു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖമാകെ വലിഞ്ഞു മുറുകി. മായു അത് കണ്ട് പേടിയോട് ഓടി വന്ന് മാളുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. വീട്ടിൽ ആദ്യമായി വന്ന അതിഥി ആയതുകൊണ്ട് മാത്രം മാളവിക ഇതിവിടെ വിടുകയാണ്. പക്ഷേ താൻ ഇവിടെ തന്നെ കാണുമല്ലോ, നമുക്കിനിയും കാണാം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രൂക്ഷമായ ഭാവത്തോട് അതും പറഞ്ഞ് മാളും മായുവിൻ്റെ കയ്യും പിടിച്ച് വലിച്ച് അവിടുന്ന് പോയി. ഹൗ ഡെയർ യു! ആദ്യം അവൾക്ക് പിന്നാലെ പോകാൻ നിന്നതും മാധവ് ഒരുവിധം അവനെയും വലിച്ച് അകത്തേക്ക് കയറ്റി. കൈ വിടറാം, അവൾക്ക് അറിയില്ല ഞാൻ ആരാണെന്ന്. അജു കലിയോട് അവൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അടുത്ത് കണ്ട സോഫയിലായി കയറിയിരുന്നു. എൻ്റെ അജു, നീ ആ കുട്ടിയെ തല്ലിയതിന്? അത്രയും പറഞ്ഞു വന്നപ്പോൾ തന്നെ അജുവിൻ്റെ ഒറ്റ നോട്ടത്തിൽ മാധവ് വാപ്പൊത്തി. റൂമിലേക്ക് വന്ന് മാള് ഡോറടച്ച് ലോക്ക് ചെയ്ത ശേഷം ചവിട്ടിത്തുള്ളി ബെഡിൽ പോയിരുന്നു. കള്ള കൊടുവള്ളി വന്ന ദിവസം തന്നെ എൻ്റെ കവിള കൈവച്ചത്. ഹാവു, എന്തൊരു വേദന ഈശ്വര! കവളിൽ കൈ അമർത്തുമ്പോൾ വേദന കൊണ്ട് അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു. മാളു! പുറത്തു നിന്നുള്ള അമ്മയുടെ വിളിയിൽ അവൾ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ശേഷം തലമുടി കൊണ്ട് മുന്നിലേക്കിട്ട് കവളൽപ്പം ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്താ അമ്മേ? അടുക്കളയിലേക്ക് കയറാതെ തന്നെ പുറത്തുനിന്ന് അവൾ ചോദിക്കുമ്പോൾ അവരൊന്ന് തിരിഞ്ഞു നോക്കി. ദേ, ആ ടേബിളിലിരിക്കുന്ന ആഹാരം അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പോയോ? ഞാനോ? മാളുവിൻ്റെ കണ്ണുകളൊന്നും വിളിഞ്ഞു. പിന്നെ ഞാനോ? പോയിട്ട് വാടി പെണ്ണേ. ഞാനൊന്നുമില്ല, അമ്മ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അച്ഛയോട് പറയും, ആ പുലിമണിലേക്ക് ഇനി മാളുമില്ല. അവൾ അതും പറഞ്ഞ് തിരിഞ്ഞോടി. ദേ മാളു, എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. ഇല്ലെങ്കിൽ നീ തന്നെ ഇതൊക്കെ വന്ന് ചെയ്താ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. പക്ഷേ എൻ്റെ മോളൊന്ന് ഓർത്തോ, ഇന്നത്തെ പണി മുഴുവനേ നീ തന്നെ ചെയ്യേണ്ടി വരും. എന്ത് പറയുന്നു? അതുകൂടെ കേട്ടതും വേറെ വഴിയില്ലാതെ മാളു ആ ഭക്ഷണം എടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി. അല്പം അടിയോടെയാണെങ്കിലും അവൾ ഔട്ട് ഹൗസിലേക്ക് എത്തുമ്പോൾ കാണുന്നത് പുറത്തു നിൽക്കുന്ന രണ്ടുപേരോട് ഗൗരവപൂർവ്വം എന്തൊക്കെയോ സംസാരിക്കുന്ന മാധവനെയാണ്. അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം അർജുൻ്റെ ബോഡി ഗാർഡാണെന്ന്. എക്സ്ക്യൂസ് മീ! അല്പം മുറക്കെ മാള് ശബ്ദം ഉയർത്തുമ്പോൾ ആ ശബ്ദം കേട്ട് മാധവ് തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന മാളുവിനെ കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്നാൽ അവളുടെ മുഖത്ത് തീർന്നും ഗൗരവമായിരുന്നു. ഭക്ഷണം! അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലിരിക്കുന്ന കെയർ അവന് നേരെ നീട്ടി. എടോ, ബുദ്ധിമുട്ടില്ലെങ്കിലേ താനൊന്ന് അകത്തേക്ക് കൊണ്ടുവെക്കുമോ? അത് കേൾക്കി അല്പ നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം ഒന്ന് മൂളിക്കൊണ്ട് അവൾ മെല്ലെ അകത്തേക്ക് കയറിപ്പോയി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മാധവ് വീണ്ടും തൻ്റെ പണിയിലേക്ക് കടന്നു. കിച്ചണിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ച ശേഷം തിരിഞ്ഞ മാള് കാണുന്നത് വാതിൽപ്പടിയിൽ കൈ രണ്ടും കെട്ടി ഗൗരവം കൂറുന്ന മുഖത്തോടെ നിൽക്കുന്ന അജുവിനെയാണ്. ഒരു വേള അവളൊന്ന് ഞെട്ടി. ഉള്ളിൽ സ്വരുക്കൂട്ടി വെച്ച ധൈര്യം മുഴുവൻ ചോർന്നു പോകും പോലെ തോന്നി അവൾക്ക്. തനിക്കടുത്തേക്ക് മെല്ലെ നടന്നു വരുന്ന അവനെ കണ്ട് അവൾ വേഗം മുഖത്ത് ഗൗരവം എടുത്തണിഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താ? വാട്ട്? അതിന് മറുചോദ്യമായെന്ന് അവൻ്റെ മറുപടി. മാള് വേഗം അവനെ ശ്രദ്ധിക്കാതെ അവനെ മറികടന്ന് പോകാൻ നിന്നതും ആദ്യം അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അതെ, ഞാൻ. കൈ എടുക്കടോ!
അവനെന്തോ പറയാൻ വന്നതും അതിനുമേൽ അവളുടെ ശബ്ദം അവിടെ ഉയരുമ്പോൾ അജുവിൻ്റെ ഭാവവും മാറി. തന്നോടല്ലേ പറഞ്ഞത് കൈയെടുക്കാൻ? തനിക്കൊക്കെ ഒരു ധാരണയുണ്ട് ഏതൊരു പെൺകുട്ടിയോടും എന്തും ആവാന്ന്. ആദ്യം താൻ എന്നെ തല്ലി, ഇപ്പൊ തൻ്റെ കൈ കയറി പിടിച്ചു. നാളെ ഞാൻ വിൽ യു ഷട്ട് അപ്പ്. അതൊരലർച്ചയായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ കൈയും അവൻ തട്ടിയെറിഞ്ഞു. നീ ആരാ നടി പുല്ല നിന്റെ വിചാരം? ആണുങ്ങളൊക്കെ എന്താ നിന്നെ പോലുള്ളവന്മാരെ കയറി പിടിക്കാൻ കാത്തു നിൽക്കുന്നതാണോ? ഇനി നിനക്ക് വേണ്ടത് അതാണെങ്കിൽ സോ സോറി, അർജുൻ വശിഷ്ഠ ടൈപ്പ് അല്ല. ഒരു പുച്ഛത്തോടെ അവളെ നോക്കിയവൻ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് മുറുകി അവളുടെ മുഖം. രാവിലെ ഞാൻ നിന്നോട് ചെയ്തൽപ്പം കടന്നു പോയെന്ന് എനിക്ക് സ്വയം തോന്നിയത് കൊണ്ടാ നിന്നോട് ഞാൻ സോറി പറയാൻ വന്നത്. പക്ഷെ നാവിന് നീളവും വെച്ച ആണുങ്ങളുടെ തലയിൽ ചാടി കയറുന്ന നിന്നോടൊന്നും ഒരു സോറിയും പറയില്ലേ അർജുൻ. പെണ്ണൊന്നും പെണ്ണ് തന്നെയാണ് ഈ പുല്ലേ. അല്പം തൊലി വെളുപ്പണമെന്ന് കരുതി ആണുങ്ങളെല്ലാം നിന്റെയൊക്കെ കാൽ കീഴിലാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സംസ്കാരം വേണം. ബ്ലഡി വില്ലേജ് ഗേൾ, ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. പുറത്തേക്ക് കൈ ചൂണ്ടി അലറുമ്പോൾ അവൻ പറയുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കണ്ടു എല്ലാം കേട്ട് വാതിൽപ്പടിയിൽ നിൽക്കുന്ന മാധവിനെ. പിന്നൊരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ പുറത്തേക്ക് പാഞ്ഞു. കഴിഞ്ഞോ നിന്റെ പ്രസംഗം? മുന്നിൽ കലിതുള്ളി നിൽക്കുന്ന അജുവിൻ്റെ മുന്നിൽ വന്നു നിന്ന് ഗൗരവത്തോടെ മാധവ് ചോദിക്കുമ്പോൾ അജു തിരികെ അവനെ രൂക്ഷമായെന്ന് നോക്കുക മാത്രം ചെയ്തു. ഐ ക്യാൻ ബിലീവ് ഇറ്റ് അർജുൻ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറച്ചു നാൾ മുന്നേ വരെ ഞാൻ അറിയുന്ന അർജുൻ വശിഷ്ഠ. പക്ഷെ ഇപ്പം നീ ആകെ മാറിപ്പോയി. ആർക്കോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി എങ്ങനെയൊക്കെയോ ജീവിക്കുക നീ പോ. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഇവിടെ നടന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താ? എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയോട് മോശമായി ടോക്ക് ചെയ്തിട്ടില്ല നീ. എന്തിനേറെ പറയുന്നു, നിന്റെ പിറകെ നടന്ന് നിരന്തരം ടോർച്ച് ചെയ്യുന്ന വർഷയോട് പോലും. ബട്ട് ഇപ്പോൾ എന്താണ് നിനക്ക് പറ്റിയേ? മാധവ് അല്ലായ്മയോട് അവൻ്റെ തോളിൽ കൈവച്ച് അത് ചോദിക്കുമ്പോൾ അർജുൻ അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ റൂമിലെ ചുമരിലിരുന്ന അജുവിൻ്റെ ചിത്രം മുഴുവൻ കരഞ്ഞുകൊണ്ട് വലിച്ചു കയറുന്ന മാളുവിനെ കണ്ട് മായി ഓടി വന്ന് അവളെ പിടിച്ചു മാറ്റി. ഞെട്ടിലോടെ കൈകൊണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ മാൾ അവളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ബെഡിൽ പോയിരുന്നു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എന്നെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ നീ? അവളെ പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് മാളു ഉച്ചത്തിൽ അലറുമ്പോൾ മായു പിറകിലേക്ക് വേച്ചു പോയി. അതോടൊപ്പം മാളുവിൻ്റെ ആ ഭാവത്തിൽ കിടുങ്ങിപ്പോയവള്. എന്ത് കാണാൻ നിൽക്കുവാ നീ ഇവിടെ? പോകാനല്ലേ പറഞ്ഞത്? വാശിയോടെ മായുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് അവളെ തള്ളി മാണു. കലിയോട് ഡോറ് വലിച്ചടക്കുമ്പോൾ നിലത്തേക്ക് വീണ് പോയ മായു വേഗത്തിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി. അതിവിശാലമായ റൂമിലെ ഡബിൾ കോട്ട് ബെഡിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന വർഷയെ കണ്ടുകൊണ്ടാണ് അവളുടെ ഏട്ടൻ ആരവകത്തേക്ക് വരുന്നത്. അവൾക്കടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവളുടെ തോളിൽ കൈവെക്കുമ്പോൾ വർഷ മുഖമുയർത്തി അവനൊന്ന് നോക്കി. എന്താ മോളേത്, നിന്റെ മുഖം എന്താ വല്ലാതെ? കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അവളുടെ മുഖം കാണുകയെ അവൻ വല്ലാത്തൊരു ആദിയോടെ ചോദിച്ചു. ഏട്ടനല്ലേ പറഞ്ഞത് എനിക്ക് രാജുവിനെ നേടിത്തരാന്ന്? അല്ലേ ഏട്ടനല്ലേ പറഞ്ഞതെന്ന്? അവൻ്റെ ഷാർട്ടിൽ പിടിച്ചു വിലച്ചുകൊണ്ട് അവൾ ഉച്ചത്തിൽ അലറുമ്പോൾ അവനൊരു വേളൊന്ന് ഭയന്നു. വേണ്ട, നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങളല്ലേ എനിക്ക് വാക്ക് തന്നത് എൻ്റെ അജുവിന് ഏത് വിധേനയും എനിക്ക് തരുമെന്ന്? അല്ലേ നീ അല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്താ ഉണ്ടായെന്ന് അറിയോ? എൻ്റെ അജു പോയി, എന്നെ കൂട്ടാതെ അവൻ പോയി. തലമുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ട് അവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറുമ്പോൾ ആരവാക ധർമ്മസങ്കടത്തോടെ അവളെ നോക്കി. രാമങ്ങൾ അവനോട് പ്രത്യേകം പറഞ്ഞതാ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന്. ബട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ. നിന്നെ അവൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകും. പെട്ടെന്ന് പിറകിൽ നിന്നും കേട്ട ഉറച്ച ശബ്ദത്തിൽ അവൾ രണ്ടാളും ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അച്ഛനെ കണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അയാൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ആനന്ദ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരവനെ രൂക്ഷമായെന്ന് നോക്കുമ്പോൾ അവൻ്റെ മുഖം താഴ്ന്നു. നേടിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇനിമേലിൽ നീ എൻ്റെ കുഞ്ഞിന് ആഗ്രഹം കൊടുക്കരുതാരോ. ആടാണെന്നും പറഞ്ഞ് നടക്കുന്നു. സ്വന്തം അനിയത്തിയെ നോക്കാൻ കഴിവില്ലാത്തവൻ. പല്ലുരുമ്പിക്കൊണ്ട് അയാൾ അവനെ നേരെ ആക്രോശിക്കുമ്പോൾ ആരവ് സ്വതവികളുടെ ഭാവത്തിൽ തന്നെ നിന്നു. അവനെ ഒന്ന് ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് അയാൾ വർഷയും ചേർത്ത് പിടിച്ച് അവിടുന്ന് പോകുമ്പോൾ ആരവൊന്ന് നിശ്വസിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ഇതാണ് അജുവിൻ്റെ അച്ഛൻ രാംദാസിൻ്റെ ഏക സുഹൃത്തായ ആനന്ദ് ദേശായിയുടെ തട്ടകമായ സരോവരം വീട്. ആനന്ദ് ദേശായി, ഭാര്യ മഞ്ജരി. ഇരുവർക്ക് 2 മക്കളാണ്. മകൻ ആരവ് ആനന്ദ് ദേശായിയും മകൾ വർഷ ആനന്ദ് ദേശായിയും. ആനന്ദും റാമും ചെറുപ്പം മുതലുള്ള കൂട്ടാണ്. അത് വളർന്ന് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരെ എത്തി നിൽക്കുന്നു. ഇരുവരും ഇപ്പോൾ ഒന്നിച്ചാണ് ബിസിനസ് നോക്കി നടത്തുന്നത്. കൂടുതൽ സമയം ആരവും അവർക്കൊപ്പം ഉണ്ടാവും. ആനന്ദാണ് വർഷയ്ക്ക് അജുവിനോടുള്ള ഇഷ്ടം കണക്കിലെടുത്ത്
റാമിനോട് ഇരുവരുടെയും വിവാഹ ചർച്ചയിൽ വെച്ചത്. ഏറ്റപാട് റാം സമ്മതം അറിയിച്ചു, അതും അർജുൻ പോലും അറിയാതെ. വർഷയുടെ ആദ്യ പ്രണയാണ് അജു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ ഒരു വാശിയാണിപ്പോൾ. എന്നാൽ അർജുൻ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. അവൻ്റെ ഇഷ്ടമനുസരിച്ച് കറങ്ങി നടക്കുക എന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഇല്ലാത്ത ടൈം ഫുള്ള് യാത്രയിലാകും കക്ഷി. കൂടെ വാലുപോലെ മാധവും. റാം തൻ്റെ മകനോട് വർഷയുമായുള്ള വിവാഹക്കാര്യം പറഞ്ഞത് മുതൽ അവനതിനെ ശക്തമായി എതിർത്തുവെങ്കിലും വിധി അവനെ അവൾക്ക് മുന്നിൽ തളച്ചത് മറ്റൊരു രൂപത്തിലായിരുന്നു. അജുവിന് ഒരേ ഒരു അനിയത്തി കൂടിയുണ്ട്, ദക്ഷ റാം. വയസ്സറിയിച്ച കാലം മുതൽ അവൾക്ക് പ്രണയം തോന്നിയത് ആരവിനോടാണ്. തിരിച്ചവനും ഇഷ്ടം തുറന്നു പറഞ്ഞതോടെ അവരെല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ പ്രണയിച്ചു തുടങ്ങി. എന്നാൽ പ്രായത്തിൻ്റെ ചോരത്തെളുപ്പിൽ പ്രണയത്തിൻ്റെ തലം ഇരുവരിലും മാറി മറിയുമ്പോൾ അത് മറ്റൊരു രൂപത്തിൽ ദക്ഷയുടെ ഉള്ളിൽ രൂപം കൊണ്ടു. അതോടെ അവൾ ആകെ തകർന്നു. മറ്റാരെയും അവൾ ആ കാര്യം അറിയിച്ചില്ല. എങ്കിലും തൻ്റെ ഏട്ടനോട് അവൾക്കത് പറയാതിരിക്കാനായില്ല. കാര്യം പറഞ്ഞ അർജുൻ അവൾ ഒരുപാട് വാക്കുകളാൽ നോവിച്ചുവെങ്കിലും തൻ്റെ അനിയത്തെ ചേർത്ത് പിടിക്കാനുള്ള സമയമാണെന്ന് അവൻ സ്വയം തോന്നി. എന്നാൽ ആരവിൽ നിന്ന് കാര്യം അറിഞ്ഞ വർഷയുടെ കുതന്ത്രമുണർന്നത് അവിടെയായിരുന്നു. പൊതുവെ തന്നോടുള്ള തൻ്റെ ഏട്ടൻ്റെ സ്നേഹം മുതലെടുത്ത് അവളൊരാവശ്യം ഉന്നയിച്ചു. ആരവിൻ്റെയും ദക്ഷയുടെയും വിവാഹം നടക്കണമെങ്കിൽ അർജുൻ വർഷയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണമെന്നതായിരുന്നു. അതിനും അവന് സമ്മതം അറിയിച്ചുകൊണ്ട് ആരവിന് ഒരുപാട് പറഞ്ഞു തീർത്താൻ അജുവും മാധവും ശ്രമിച്ചുവെങ്കിലും അവൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഈ പേരിൽ അവരിരുവരും തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ദക്ഷയുടെ കണ്ണുനീരിന്റെ മുന്നിൽ ഒടുവിൽ അജുവിന് വിവാഹത്തിന് സമ്മതം മൂളേണ്ടി വന്നു. അതും ഒട്ടും മനസ്സില്ലാതെ തൻ്റെ അനിയത്തിയുടെ ഭാവി ജീവിതം മുന്നിൽ കണ്ട് മാത്രം. ഉടൻ തന്നെ വീട്ടുകാർ അവരിരു ജോഡികളുടെയും വിവാഹം തീരുമാനിക്കുകയും അടുത്തൊരു മുഹൂർത്തത്തിൽ മോതിരം മാറ്റുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ഈ 4 പേർക്കുള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും അച്ഛനമ്മമാർ അറിഞ്ഞിരുന്നില്ല. അടുത്ത 3 മാസത്തിനുള്ളിലാണ് 2 വിവാഹങ്ങളും നടത്താൻ ഇരു കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. തിരക്കൊഴിഞ്ഞൊരു കോഫി ഷോപ്പിൽ അവൾക്കായി വെയിറ്റ് ചെയ്യുകയാണ് ആരവ്. വരാന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടും അവളെ കാണാതെയായതും അവൻ അല്പം മുഷിച്ചിലോടെയാണ് ഇരിക്കുന്നത് തന്നെ. കയ്യിലിരിക്കുന്ന മൊബൈലിൽ വെറുതെ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്. തൻ്റെ തൊട്ടുമുന്നിലെ ചെയറിൽ ആരോ വന്നിരിക്കും പോലെ തോന്നിയപ്പോഴാണ് ആരവ് മുഖമുയർത്തി നോക്കിയത്. സോറി, അല്പം ലേറ്റായി. അത്രയും പതിഞ്ഞ സ്വരത്തിൻ്റെ ഒപ്പം ആ മുഖം കൂടെ മുന്നിൽ പതിയുമ്പോൾ ആരവൊന്ന് പുഞ്ചിരിച്ചു പോയി. അല്ലെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്നേ വരെ ദേഷ്യപ്പെടാൻ തോന്നിയിട്ടില്ല അവന്. കാഴ്ചയിൽ അതിസുന്ദരിയായൊരു പെൺകുട്ടി. നാടൻ രീതികളോടാണ് അവൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ വേഷത്തിലും ഒരുക്കത്തിലും ഒക്കെ അത് കാണാറുണ്ട്. തൂവെള്ള നിറമുള്ളൊരു അനാർക്കലി ചുരിദാറാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. മുടി അല്പം ക്രാമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ണുകൾ ലൈറ്റായിട്ട് എഴുതി കുഞ്ഞു പൊട്ടു മാത്രമാണ് അവളുടെ ഒരുക്കം. ആരവ് ഒരു നിമിഷം അവൾ തന്നെ നോക്കിയിരുന്നു. ആരവേട്ടൻ എന്താ അത്യാവശ്യത്തിൽ കാണണമെന്ന് പറഞ്ഞത്? അവളുടെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. സാർ, എന്താ വേണ്ടത്? ഷോപ്പ് വെയർ അവർക്കരികിൽ വന്ന് ചോദിക്കുമ്പോൾ ആരവ് അയാളോടായി പറഞ്ഞു, 2 കോഫി. ഏയ് നോ 1 കോഫി ആൻഡ് 1 ഓറഞ്ച് ജ്യൂസ്. ഓക്കെ സർ. അത്രയും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. ദക്ഷ, കം ടു ദി പോയിന്റ്. ഞാൻ തന്നെ കാണുമെന്ന് പറഞ്ഞത് എന്തിനാകുന്നു? തനിക്കും അറിയാം, എനിക്കും അറിയാം. സോ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓപ്പണായി ചോദിക്കുന്നു, എന്താ തൻ്റെ ഏട്ടൻ്റെ ഉദ്ദേശം? വാക്ക് പറഞ്ഞിട്ട് മാറ്റാനാണോ? ഇനിയാണെങ്കിൽ അച്ഛനില്ലാത്തൊരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും ദക്ഷ നീ. അവൻ്റെ ആ വാക്കുകൾ കേൾക്കി അവൻ ഞെട്ടലോടെ അവനെ മുഖം വീഴ്ത്തി നോക്കി. അതോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അവളുടെ കണ്ണുനീർ അവൻ്റെ ഹൃദയത്തെ നോവിച്ചുവെങ്കിലും എന്തോ അവനത് കണ്ടില്ല എന്ന് നടിച്ചു. തൻ്റെ ഏട്ടൻ സമ്മതിച്ചതാണ് വർഷയുമായുള്ള വിവാഹത്തിന്. ഇനി അതിന് പിന്മാറാനാണെങ്കിൽ ഞാനും ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തു പോകും. ആരവേട്ട, ഇങ്ങനൊന്നും പറയല്ലേ. ഇപ്പം തന്നെ ഉരുകിയാ ഞാൻ കഴിയണേ. അതിൻ്റെ കൂടെ ഏട്ടൻ കൂടെ എന്നെ കൈവിടല്ലേ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവൾ അവനോടായി പറയുമ്പോൾ ആരവൾ ഉള്ളാൽ വേദനയോടെ അവളെ നോക്കി. പക്ഷേ പുറമേ അത് കാട്ടാൻ അവൻ അനുവാദമില്ലായിരുന്നു. ദക്ഷ, തന്നെ വേദനിപ്പിക്കണമെന്ന് എനിക്കില്ല. ബട്ട് ഐ എം ഹെൽപ്ലെസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. തന്നെ പോലെ എനിക്ക് പ്രിയപ്പെട്ടതാ എൻ്റെ അനിയത്തിയും. ജനിച്ചതിൽ പിന്നെ എന്നോടൊന്നും അവൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായി ആവശ്യപ്പെട്ടത് അർജുനെ വേണമെന്നാണ്. അതും അവനോടുള്ള പ്രണയം കൊണ്ട്. അതെങ്കിലും അവൾക്കായി നേടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു ഏട്ടനാണോ ദക്ഷ? അവൻ്റെ ആ ചോദ്യത്തിന് അവളുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. താൻ ടെൻഷനാവണ്ട. താൻ പറഞ്ഞാൽ തൻ്റെ ഏട്ടൻ കേൾക്കും. പക്ഷേ പറയേണ്ടതുപോലെ പറയണമെന്ന് മാത്രം. അല്പം വളച്ചൊടിച്ച് അവനത് പറയുമ്പോൾ അവൾ നിറമിയാൽ അവനൊന്ന് നോക്കി. പിന്നെ അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് വല്ലാത്തൊരു ഞെട്ടലോടെ ഇരുന്നു പോയി അവൾ.